സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് RSS എന്ന സംഘടനയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ മാസം കർണാടക മന്ത്രി പ്രിയങ്ക ഖാർഗെ RSS നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് RSS മേധാവി മോഹൻ ഭഗവതിന് കത്തയച്ചു. അതിന് മറുപടിയായി ഭഗവത് പറഞ്ഞത് ഹിന്ദുമതം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യാത്ത നിരവധി കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. എന്നാൽ ദി വെയർ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ട് ഈ വാദത്തിന് വിരുദ്ധമായ നിരവധി വിവരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഫ്രാൻസിലെ സെറി സയൻസ് പോയും ദി കാരവൻ മാസികയും ചേർന്ന് നടത്തിയ സീയിങ് ദ സംഘ് എന്ന പഠനത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള 38 രാജ്യങ്ങളിലായി RSS ബന്ധമുള്ള 2502 സംഘടനകളെ കണ്ടെത്തി. ഈ പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ എന്തെന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള RSS അനുബന്ധ സംഘടനകളിൽ ഏകദേശം 80% അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവ സ്വകാര്യ കമ്പനികളായും ചാരിറ്റി സംഘടനകളായും നികുതി ഇളവ് ലഭിക്കുന്ന നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളായും പ്രവർത്തിക്കുന്നു. അതിനാൽ അവയുടെ സാമ്പത്തിക കണക്കുകളും വാർഷിക റിപ്പോർട്ടുകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഹിന്ദു സ്വയം സേവക് സംഘ് രജിസ്റ്റർ ചെയ്ത ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനമാണ്. അതിൻ്റെ വരുമാനവും ചെലവുകളും ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളവും വരെ പൊതുവായി പരിശോധിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയിലെ മാതൃസംഘടനയായ RSS ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനാൽ മറ്റ് NGOകൾ പാലിക്കേണ്ട നിയമങ്ങളായ വാർഷിക കണക്കുകൾ സമർപ്പിക്കൽ, സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ സൂക്ഷിക്കൽ, ഓഡിറ്റ് നടത്തൽ തുടങ്ങിയവ RSS പാലിക്കേണ്ട ബാധ്യതയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 സ്വതന്ത്രദിന പ്രസംഗത്തിൽ RSSനെ ലോകത്തിലെ ഏറ്റവും വലിയ NGO എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ NGOകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ പരിധിയിൽ RSS വരുന്നില്ല എന്നതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. 2014 RSSന് ഏകദേശം 44,000 ശാഖകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2026 അത് 88,000-ലധികം ശാഖകളായി വളർന്നു. എന്നിട്ടും സംഘടനകളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങളെക്കുറിച്ചോ പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ 2240 RSS അനുബന്ധ സംഘടനകളിൽ 693 രജിസ്റ്റർ ചെയ്യാത്തവയാണ്. ബജ്റംഗൾ പോലുള്ള പ്രമുഖ സംഘടനകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. RSSന്റെ പുതിയ ഡൽഹി ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ ലഭിച്ച സംഭാവനകൾ ശ്രീ കേശവ് സ്മാരക് സമിതി എന്ന രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റിലൂടെ സ്വീകരിച്ചതായും റിപ്പോർട്ട് പറയുന്നു. അതായത് രജിസ്റ്റർ ചെയ്ത അനുബന്ധ സ്ഥാപനങ്ങൾ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തപ്പെടുന്നു എന്നാണ് ആരോപണം. അമേരിക്കയിലെ ചില RSS അനുബന്ധ സംഘടനകൾ കോവിഡ് കാലത്ത് സർക്കാർ സഹായം സ്വീകരിക്കുകയും പിന്നീട് ഇന്ത്യയിലെ സംഘടനകൾക്ക് ധനസഹായം നൽകുകയും ചെയ്തതായി മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. RSSന്റെ നിലപാട് വിശദീകരിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അലോക് കുമാർ പറയുന്നത് RSS അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഗുരുദക്ഷിണ സ്വീകരിക്കുന്നത്. അതിനാൽ മ്യൂച്വാലിറ്റി എന്ന നിയമതത്വം ബാധകമാണെന്നും രജിസ്ട്രേഷൻ നിർബന്ധമല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ ധനകാര്യ സുതാര്യത രംഗത്തെ വിദഗ്ധർ പറയുന്നത് ആ നിയമതത്വം ബാധകമാണെങ്കിൽ സംഘടനയ്ക്ക് അംഗങ്ങളുടെ വ്യക്തമായ പട്ടികയും വേണം, അംഗങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് തെളിയിക്കുന്ന രേഖകളും ഉണ്ടായിരിക്കണം എന്നതാണ്. RSS ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുവിൽ വെളിപ്പെടുത്തുന്നില്ല. ചരിത്രകാരും ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഗാന്ധിജിയുടെ വധത്തിന് ശേഷം RSS നിരോധിക്കപ്പെട്ട അനുഭവം മൂലമാണ് സംഘടന ഔദ്യോഗിക രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ ശ്രമിച്ചതെന്നാണ്. രജിസ്റ്റർ ചെയ്യാത്തതിനാൽ സംഘടനയെ നിയമപരമായി ഉത്തരവാദിയാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പത്രപ്രവർത്തകരും ഗവേഷകരും പറയുന്നത് RSS വിവിധ അനുബന്ധ സംഘടനകളിലൂടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും മാതൃസംഘടന നേരിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല എന്നതാണ്. ഈ വിവാദത്തിൻ്റെ കേന്ദ്ര ചോദ്യം വളരെ ലളിതമാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ RSS അനുബന്ധ സംഘടനകൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയും സാമ്പത്തിക സുതാര്യത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യയിലെ മാതൃസംഘടനയായ RSS എന്തുകൊണ്ട് അതേ മാനദണ്ഡം പാലിക്കുന്നില്ല? ഇതൊരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, നിയമപരമായ ഉത്തരവാദിത്തം, സാമ്പത്തിക സുതാര്യത, ജനാധിപത്യത്തിലെ പൊതുജന ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രധാന ചോദ്യമാണ്.